നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. വാവാ, പൊന്നുമണിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വേണമായിരുന്നു, അതിനാ വിളിപ്പിച്ച്. സാർ, സുധാര സാർ, സ്റ്റേറ്റ്മെന്റ് എടുത്ത് ഒപ്പിടിച്ചേക്ക്. ശരി സാർ, വരൂ, ചെന്നോളൂ. ചെല്ല്. ഇരിക്കും. സർ, ഈ ശരവണ്ണും ശരത്തും ഒരു ബോഗിയിലെ യാത്രക്കാരായിരുന്നു സർ. അറിയാം. ശരവണൻ ഈ കേസിൽ മാപ്പുസാക്ഷിയായ ശരത്ത് പെടും. ഞങ്ങൾക്ക് ആവശ്യം അവൻ പെടുക എന്നുള്ളതാ. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നല്ലേ ഉള്ളൂ. ഈ ഘട്ടത്തിൽ ഒന്നും പറയാൻ പറ്റില്ല. സർ, ദേവിക ഒരു പരാതി വന്നിട്ടില്ലേ? ദേവികയെ പോലെ ഒരുപാട് പെൺകുട്ടികൾ പലതും അനുഭവിച്ചിട്ടുണ്ട് സർ. ഈ ശരത്ത് കാരണം അങ്ങനെയുള്ള ഒരുത്തൻ പുറത്ത് സുഖമായിട്ട് കഴിയുന്നു എന്ന് പറയുന്നത് തന്നെ നമുക്ക് നാണക്കേടാണ് സർ. നിയമത്തിന്റെ വഴികളുണ്ട് ഡോക്ടറെ, അതതിന്റെ വഴിക്ക് പോകും. സമയമാകുമ്പം എല്ലാം നടക്കേണ്ടതുപോലെ നടക്കും. അത് മതി, എനിക്ക് വിശ്വാസം. പുതിയൊരു തലവേദന വരുന്നുണ്ട് സാറ്. ശരവണനെതിരെ പറഞ്ഞ കൂട്ടത്തില് നിരഞ്ജൻ സാറ് ശരത്തിനെതിരെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് പോലീസിൽ. സ്റ്റേഷനിൽ ചോർന്നു കിട്ടിയ വിവര വല്ല ആവശ്യമുണ്ടോ സാർ ഇതിന്റെ? ശരവണനേക്കാളും കുഴപ്പ ശരത്ത്. എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ കൊണ്ടുപോയിട്ട് തലവെക്കുന്നത്? എന്നോട് ചോദിച്ചിട്ടാണോ സ്വാമി അവരോരോന്ന് ചെയ്യുന്നത്? അവരുടെ ഇഷ്ടത്തിനും കൂടി ചെയ്യല്ലേ, അനുഭവം വരുമ്പോ പഠിക്കും. മാഡം, നിരഞ്ജൻ സാറ് ശരത്തിനെതിരെയൊക്കെ പോലീസിൽ ചെന്ന് പറയണ എന്തിനാ? പറഞ്ഞാൽ എന്താ കുഴപ്പം? ശരവണനും ശരത്തും ഒരേ തോണിയിലെ യാത്രക്കാരാ. ശരവണനെ കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ ശരത്തിനെ കുറിച്ചും പറഞ്ഞു കാണും. അതിലെന്തെങ്കിലും അപകടമുള്ളതായിട്ട് ഞാൻ വിചാരിക്കുന്നില്ല. അപകടം ഉണ്ട് മാഡം. ശരത്ത് ശരവണനെ പോലെ അല്ല. ശരവണൻ ഏറുപടകാണെങ്കിൽ ശരത്ത് തോട്ടെ പൊട്ടുമ്പോ ശക്തി കൂടും. മാഡം സാറിനൊന്ന് ഉപദേശിക്കണം. നാട്ടിൽ പലതും നടക്കുന്നുണ്ടാവും, അതിലൊന്നും കയറി ഇടപെടരുതെന്നൊന്ന് പറയണം. നമ്മളൊന്നും വിചാരിച്ചാൽ ഈ നാട് നന്നാവാൻ പോണില്ല എന്നുള്ള സത്യം സാറ് മനസ്സിലാക്കണം. സാറൊരു ഡോക്ടറല്ലേ? മറ്റുള്ളവർക്ക് വേണ്ടി ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കളയാനുള്ളതല്ല നിരഞ്ജന്റെ ജീവിതം. അയാൾക്ക് ഇതിനേക്കാൾ വലിയ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഞാൻ പറയാം. അദ്ദേഹവും സിദ്ധുവും തമ്മിലുള്ള അടുപ്പം അറിയാലോ. സിദ്ധുവിനൊരാവശ്യം വന്നാ അദ്ദേഹം സഹായിക്കും, തിരിച്ചും അങ്ങനെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ അദ്ദേഹം മുഖവിലക്കെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരി, ഞാനൊന്ന് സംസാരിക്കാം. ഞാൻ പറഞ്ഞാലും അനുസരിക്കുന്ന ഉറപ്പൊന്നുമില്ല. എന്നാലും വെറുതെ ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. എന്താ സാറേ, എന്താ കാര്യം? അവളെവിടെ? ചന്ദ്രലേഖ ഇവിടെ ഇല്ല. എവിടെ പോയി? പുറത്തു പോയിരിക്കുക. എന്താ? ചന്ദ്ര അന്വേഷിച്ചു വന്ന അച്ഛാ. അവള് കേസ് കൊടുത്തിട്ടുണ്ടല്ലോ കോടതിയിൽ. ആണോ? എന്നാലേ അതിന്റെ അറിയിപ്പൊന്നും ഞങ്ങൾക്ക് ഇന്ന് വരെ കിട്ടിയിട്ടില്ല. റൂബിയുടെ കാണാതായ സ്വർണം മുഴുവൻ ചന്ദ്രലേഖ എടുത്തുവെന്ന ബന്ധുക്കൾ തന്ന പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. മോഷണ കുറ്റത്തിനാ കേസെടുത്തിരിക്കുന്നത്. ഞങ്ങൾക്ക് ചന്ദ്രലേഖ വിശദമായി ഒന്ന് ചോദ്യം ചെയ്യണം. അതിനുവേണ്ടി കൊണ്ടുപോകാനാ വന്നേക്കുന്നത്. ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് സ്റ്റേഷനിൽ ഹാജരാവാൻ പറഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ പാതിരാത്രിയിൽ വന്ന് പൊക്കിക്കൊണ്ടുപോകും. മനസ്സിലായല്ലോ? അതിന്റെ ഒന്നും ആവശ്യമില്ല സാർ. അവള് കുറച്ചു കഴിഞ്ഞ് വരും. ഒരല്പം കാത്തിരുന്ന സാറിന് അവളെ കൊണ്ട് തന്നെ പോവാം. അത് വേണ്ട.
അത് ഞങ്ങൾക്ക് ക്ഷീണമാ സാറേ. അവളോട് ഇന്ന് തന്നെ സ്റ്റേഷനിൽ ഹാജരാകാൻ പറയാം. പറയണം, ഇല്ലെങ്കിലേ എന്റെ സ്വഭാവം മാറും. അച്ഛൻ എന്തിനാ അങ്ങനെയൊക്കെ പറയാൻ പോയെ? അവളെ കൊണ്ടുവന്നെങ്കിൽ കൊണ്ടുപോട്ടെ. എന്നെ ഇവിടുന്ന് കൊണ്ടുപോയതല്ലേ പോലീസ്, അതും ബലം പ്രയോഗിച്ച്. അന്ന് അവളായിരുന്നല്ലോ അതിന് കാരണക്കാരി. ഇപ്പൊ എന്റെ സ്ഥാനത്ത് അവള്. ദൈവമായിട്ട് കൊണ്ടു തന്ന അവസരം അച്ഛൻ ഇപ്പൊ ഇല്ലാതാക്കിയത്. ഇതിനൊന്നും പകരം വീട്ടുന്നത് ശരിയല്ല മോളെ. പിന്നെ എന്തിനാ പകരം വീട്ടേണ്ടത്? ഒരു തെറ്റും ചെയ്യാത്ത ഞാൻ അകത്ത് കിടന്നതാ, അതുപോലെ ഇവളും കിടക്കണം. എന്നാൽ എനിക്ക് സമാധാനമാവും. അതൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം. നീ സിത്തുവിനൊന്ന് വിളിക്കേ, എന്നിട്ട് ഇവിടം വരെ ഒന്ന് വരാൻ പറ. എന്തിനാ അച്ഛൻ അവനെ കൂടെ ബുദ്ധിമുട്ടിക്കുന്നത്? ഞാൻ പറയുന്നത് അങ്ങോട്ട് അനുസരിച്ചാ മതി. പിന്നെ മതി ചോദ്യം ചെയ്യല്. ഹലോ ചേച്ചി. എടാ സിദ്ധു, നീ വേഗം ചന്ദ്രൻ കൂട്ടി ഇവിടം വരെ ഒന്ന് വാ. എന്തു പറ്റി ചേച്ചി? അതൊക്കെ ഇവിടെ വന്നിട്ട് പറയാം. അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇവിടെ ആർക്കും ഒരു കുഴപ്പവും ഇല്ല. കുഴപ്പം മുഴുവൻ അവക്ക, ആ ചന്ദ്രയ്ക്ക്. വേഗം നീ വാ, വിവരമൊക്കെ വന്നിട്ട് പറയാടാ. ആ മാഡം കുറച്ച് വൈകിപ്പോയി. ഇല്ലായിരുന്നെങ്കിലേ സർക്കാർ വണ്ടിയിൽ പോകായിരുന്നു. സർക്കാർ വണ്ടിയിലോ? ആ അതെ, പോലീസ് വന്നിരുന്നു നിന്നെ അന്വേഷിച്ച്. മോഷണ കുറ്റത്തിനെ കസ്റ്റഡിയിലെടുക്കാൻ. ഓ, ഭാഗ്യം കൊണ്ട് മാത്രമോ നീ രക്ഷപ്പെട്ടത്. എന്നെന്തിനാ അവര് കസ്റ്റഡിയിൽ എടുക്കുന്നത്? അതിന് ഞാനൊരു കുറ്റം ചെയ്തിട്ടില്ലല്ലോ. അതൊക്കെ അവര് തെളിയിച്ചോളൂ. റൂബിയുടെ സ്വർണം മുഴുവൻ മോഷ്ടിച്ചത് നീയാണെന്നാ പോലീസ് കണ്ടുപിടിച്ചിരിക്കുന്നത്. എനിക്കും നിന്നെ തന്നെ സംശയം. ചോദിച്ചാ നീ സത്യം പറയത്തില്ലല്ലോ. അവര് പോലീസ് മുറയിൽ ചോദ്യം ചെയ്യുമ്പോ തത്ത പറയുന്നത് പോലെ നീ മണിയായിട്ട് എല്ലാം പറയും. അതിന് എനിക്ക് വല്ലതും അറിയണ്ടേ? ഓ, അണിയാഞ്ഞിട്ടാണോടി ഈ പോലീസ് ഇവിടെ കയറി വന്നത്? കൂടുതൽ നല്ല പിള്ള ചമയല്ലേ? നീ ആരാണെന്ന് ഈ വീട്ടിലുള്ളവർക്കെല്ലാം അറിയാം. എന്റെ മാല മോഷ്ടിച്ചു കൊണ്ടുപോയി പണയം വെച്ചവളല്ലേ നീ? അത് ചെയ്യാൻ നിനക്ക് പറ്റുമെങ്കിലേ റൂബിയുടെ സ്വർണം എടുക്കാനും നിനക്ക് പറ്റും. മാലയുടെ കാര്യത്തിൽ എനിക്കൊരു അബദ്ധം പറ്റിയതാ. അതുപോലെ അല്ല റൂബിയുടെ സ്വർണം. ഞാൻ എടുത്തിട്ടില്ലെന്ന് പറഞ്ഞാൽ എടുത്തിട്ടില്ല. ഞാൻ അങ്ങനെ ചെയ്യില്ല. പൊന്നു മോളെ, ഇതൊക്കെ അങ്ങ് പോലീസുകാരോട് പറഞ്ഞാ മതി.